ബി.ജെ.പിയിൽ ചേക്കേറിയവരൊക്കെ പരിഹസിച്ചിരിക്കുകയാണ് കഥാകൃത്തായ ടി പത്മനാഭൻ. അബ്ദുള്ളക്കുട്ടിയും പത്മജ വേണുഗോപാലും ഒക്കെ വന്നത് സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇവരോടൊക്കെയും തനിക്ക് പരമപുച്ഛമാണ്. നേരത്തെ പാർട്ടിയിൽ ഉണ്ടായിരുന്നവരോട് ബഹുമാനമുണ്ടായിരുന്നുവെന്നും ടി പത്മനാഭൻ പറഞ്ഞു. രാജ്യസഭാംഗം സി സദാനന്ദനെ മുന്നിലിരുത്തിയായിരുന്നു പരിഹാസം. വാക്കുകൾ കേൾക്കാം. വേഷം മാറ്റുന്നവരെ എനിക്ക് നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പം വന്ന് ചേർന്നിട്ടുള്ള അബ്ദുള്ള കുട്ടിമാരോ അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ കുറേ ആളില്ലേ. സരീഷ് പി കെ വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട് തത്സമയം. സരീഷ്, ഗുഡ് മോർണിംഗ്. സദാനന്ദൻ മാസ്റ്ററെ തൊട്ടു മുന്നിലിരുത്തിയാണ് ഈ വിമർശനം. രാജ്യസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം കഴിഞ്ഞ ദിവസമാണ് സി സദാനന്ദൻ മാസ്റ്റർ ടി പത്മനാഭനുമായി, കഥാകൃത്ത് ടി പത്മനാഭനുമായി ഒരു കൂടിക്കാഴ്ച നടത്തിയത്. സ്വകാര്യ സംഭാഷണം എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ സ്വകാര്യ സംഭാഷണത്തിനിടയിലാണ് ബി.ജെ.പിയിലേക്ക് അടുത്ത കാലത്തായി എത്തിയ മുഴുവൻ ആളുകളുടെയും പേര് കൃത്യമായി, പ്രത്യേകിച്ച് അബ്ദുള്ളക്കുട്ടി, അതോടൊപ്പം തന്നെ പത്മജ വേണുഗോപാൽ ഉൾപ്പെടെയുള്ളവരുടെ പേരെടുത്തു പറഞ്ഞുള്ള വിമർശനം ഉണ്ടാവുന്നത്. ഇവരോടൊക്കെ തനിക്ക് പരമപുച്ഛമാണ്. കാരണം ഇവരൊക്കെ വന്നത് സ്ഥാനം മോഹിച്ച് മാത്രമാണ്. അബ്ദുള്ളക്കുട്ടി നേരത്തെ തന്നെ ഇത് വ്യക്തമാക്കി കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പത്മജ ഇടയ്ക്കിടെ പറയുന്നത് തനിക്ക് ഗവർണർ സ്ഥാനം വേണം എന്നുള്ളതാണ്. പ്രധാനമന്ത്രി തനിക്കത് നൽകും. ഈ കേരളമാണ് തനിക്ക് ആഗ്രഹമെങ്കിലും കേരളത്തിൽ വേണമെന്നില്ല. അദ്ദേഹം എവിടെ പറയുന്നു അവിടെ താൻ ഗവർണറാകുമെന്ന് പത്മജ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ എത്തുന്നത് ഈ സ്ഥാനം മോഹിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരോട് പരമപുച്ഛമാണ് തനിക്ക്. എന്നാൽ ഈ പ്രത്യയശാസ്ത്രം വിശ്വസിച്ച് കൂടെ നിൽക്കുന്ന, അല്ലെങ്കിൽ നേരത്തെ ഈ പ്രസ്ഥാനത്തിൽ ഉണ്ടായിരുന്നവരൊക്കെ തനിക്ക് വലിയ ബഹുമാനമാണ് അവരോടൊക്കെ ഉള്ളത്. പലപ്പോഴും ചില ആളുകൾ, തനിക്ക് വ്യക്തിപരമായി പരിചയമുള്ള ആളുകൾ ബി.ജെ.പിയിലേക്ക് പോകുന്നു എന്ന് തന്നോട് പറയുമ്പോൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ ബി.ജെ.പിയിലേക്ക് അവർ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ താൻ വ്യക്തിപരമായി ഇവരെയൊക്കെ ബന്ധപ്പെടാറുണ്ട്. സ്ഥാനമോഹവുമായി അത്തരത്തിലൊരു പാർട്ടിയിലേക്ക് പോകരുത് എന്ന് കൃത്യമായി ഉപദേശം നൽകാറുണ്ട്. ഒരു പാർട്ടിയിലേക്കും സ്ഥാനമോഹിയായി പോകുന്നത് ശരിയല്ല എന്നാണ് തന്റെ നിലപാട് എന്നുകൂടി സദാനന്ദൻ മാസ്റ്ററെ മുന്നിലിരുത്തിക്കൊണ്ട്. യെസ്, ഓക്കെ. അപ്പോൾ സരീഷാണ് വിവരങ്ങൾ നൽകിയത്.